അങ്ങനെ പരീക്ഷ എഴുതാൻ സാധിക്കാത്തതുകൊണ്ടൊക്കെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് വേറൊരു തരം എന്താ ഇത്, എന്താ ഇത് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഈ ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരെ മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ആത്മഹത്യ ചെയ്യുന്നതെന്ന്. പരീക്ഷ അന്ന് ഒരു ദിവസം ഹർത്താലാണെന്ന് പറയുന്നു. ഹർത്താൽ കൊണ്ട് അയ്യോ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ആവരുത് ഹർത്താൽ എന്നൊക്കെ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം പരീക്ഷ എഴുതാൻ പറ്റാഞ്ഞത് തന്നെയാണോ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ, ഇനി ഇതുപോലെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യാൻ ഇവിടെ ഉണ്ട്. ആത്മഹത്യ പ്രവണതയുള്ള ആരും ആയിക്കോട്ടെ, അവർ എന്തെങ്കിലും ഒരു കാരണം കിട്ടുന്ന സമയത്ത് ഒരു ട്രിഗറിങ് പോയിന്റ് മാത്രമാണ് ഈ അവസാനത്തെ ഇൻസിഡൻറ്റ് കേട്ടോ. അത് മാറ്റി പറയെല്ലാവരും. ഇപ്പോൾ പരീക്ഷ എഴുതാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റാതിരുന്നുകൊണ്ടുള്ള കോൺസിക്വൻസസ് എല്ലാം അനുഭവിച്ചതിന് ശേഷം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായി, അയാൾക്ക് അയാളുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുന്നു, അയാൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളായി കഴിഞ്ഞിട്ടാണ് പറയുന്നത് എങ്കിൽ കൊള്ളാം. ഇതെന്ന് പറയുന്നത് ഇന്നലെ പരീക്ഷ നടന്നില്ല, ഓക്കെ, ഉടനെ തന്നെ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതിൻ്റെ കാരണം അതല്ല. ഇത് എന്ന് മനസ്സിലാവും ഇവിടെ ഉള്ളവർക്ക്? ഇവിടുത്തെ എല്ലാ ആത്മഹത്യ എങ്ങനെയാണ് അവസാനം എന്ത് സംഭവിക്കുന്നു അതാണ് കാരണമെന്ന് പറയും. അതല്ല കാരണം. ഈ കുട്ടി ആരായാലും ഇതിനു മുമ്പും പല പ്രശ്നങ്ങളുണ്ടായി കാണും, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. പലരും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തോട്ട്സ്, സൂയിസൈഡൽ ടെൻഡൻസി, ഈ കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ഇതൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആരും അറിയത്തില്ല, ആരും ആരോടും പറയുന്നില്ല, അവർക്ക് വേണ്ടുന്ന കെയറോ ട്രീറ്റ്മെൻറ്റോ കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാതെ പോയതിന് ശേഷം അല്ലെ ഇയാൾ ഡിപ്രഷനോ അല്ലെ എന്തെങ്കിലും തരത്തിലുള്ളൊരു സംഘർഷത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന് വേണ്ടുന്ന രീതിയിലത്തെ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ ഒരു പ്രത്യേക സാഹചര്യം എത്തുമ്പോൾ അവരെന്തെങ്കിലും ഒരു ഈ കടുങ്കൈ കാണിക്കുന്നതിന് അതാണ് കാരണം. അപ്പം കണ്ടില്ലേ, അച്ഛൻ വഴക്ക് പറഞ്ഞു, അച്ഛൻ കുറേ നാളായിട്ട് വഴക്ക് പറയുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ വീടിൻ്റെ അന്തരീക്ഷം മോശമായിരുന്നിട്ടുണ്ടാവും, അത് വേറെ കേസ്. അത് നിരന്തരമായിട്ട്, മനസ്സിലായോ? അല്ലാതെ ഈ ഒരു ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ടല്ല പലതും നടക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ മനുഷ്യന് എന്തോ കുഴപ്പമുണ്ട്. ഈ വാർത്തകളെല്ലാം ഇങ്ങനെ പറഞ്ഞ് പലതും ഇവർ അഡ്രസ്സ് ചെയ്യുന്ന തെറ്റിച്ചാ. ഇവിടെ ഉള്ളവർക്കൊട്ട് അറിയത്തുമില്ല ഇതെന്താ നടക്കുന്നതെന്ന്. എന്ത് ചെയ്യാൻ പറ്റും?